ഹായ് കുട്ടീസ്, നിങ്ങളുടെ സ്വന്തം അരുണിമ മിസ് ആണേ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമായിട്ടാണ് മിസ് വന്നിരിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാം നോക്കാം കേട്ടോ. അപ്പൊ കൂട്ടുകാരെ, നമുക്ക് ആഹാരം ലഭിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? നമുക്ക് എവിടെ നിന്നാണ് ആഹാരം കിട്ടുന്നത്? അപ്പൊ നിങ്ങൾ പറയും അല്ലെ, നിങ്ങളുടെ അമ്മയുടെ അടുക്കൽ നിന്നൊക്കെയാണെന്ന്. അപ്പൊ അമ്മയാണ് നമുക്ക് ആഹാരമൊക്കെ ഉണ്ടാക്കി തരുന്നത്. പക്ഷെ ശരിക്കും അമ്മ ആഹാരം ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് നമുക്ക് കുറെ പച്ചക്കറികൾ വേണം, അരി വേണം, അല്ലെ? സാധനങ്ങളൊക്കെ ആവശ്യമില്ലേ? ഇതൊക്കെ എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഇപ്പൊ നമ്മുടെ വീട്ടില് അല്ലെ ഒരുപാട് പഴങ്ങളും പച്ചക്കറികളും ഒക്കെ ഉണ്ട്. ഈ പഴങ്ങളും പച്ചക്കറികളും ഒക്കെ ഏതൊക്കെയോ കർഷകർ കൃഷി ചെയ്തതുകൊണ്ട് മാത്രമല്ലേ നമുക്ക് ലഭിച്ചിട്ടുണ്ടാവുക. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് കൃഷിയെ കുറിച്ചാണ്. എന്താണ് കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കൂട്ടുകാർ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? നിങ്ങളുടെയൊക്കെ വീട്ടിൽ എന്തെങ്കിലും കൃഷികളുണ്ടോ? എന്തെങ്കിലും കൃഷി ഉൽപ്പന്നങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ടോ? അപ്പൊ കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സസ്യങ്ങൾ വളർത്തിയും വളർത്തു മൃഗങ്ങളെ പരിപാലിച്ചും ഭക്ഷ്യേതര വിഭവങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയാണ്. അപ്പൊ ഭക്ഷ്യേതര വിഭവങ്ങൾ എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് അറിയാവോ നിങ്ങൾക്ക്? ഇപ്പൊ സസ്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. ഇപ്പൊ എന്തൊക്കെ ഉണ്ട്? അരി ഉണ്ടാക്കുന്നുണ്ട്, പച്ചക്കറികൾ ഉണ്ടാക്കുന്നുണ്ട്, പഴങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കൃഷി എന്ന് പറയുമ്പോൾ വളർത്തു മൃഗങ്ങളെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പരിപാലിക്കുന്നുണ്ട് അല്ലെ. അവരുടെ മുട്ടയ്ക്ക് വേണ്ടിയിട്ട്, അവരുടെ പാലിന് വേണ്ടിയിട്ടൊക്കെ. അപ്പൊ ഇതിനെയും നമ്മൾ എന്തിൽ കൂട്ടാറുണ്ട്? സാധാരണ കൃഷി എന്നുള്ളതിൽ കൂട്ടാറുണ്ട്. നമ്മൾ ഇന്ന് കഴിക്കുന്ന അല്ലെ ഭക്ഷണത്തിനായിട്ട് ഉപയോഗിക്കുന്ന മിക്കവാറും സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യാണ്? കൃഷി ചെയ്തുണ്ടാക്കുകയാണ്. അപ്പൊ കൃഷി ചെയ്യുന്നത് ഭക്ഷണത്തിന് വേണ്ടി മാത്രമല്ല കേട്ടോ. അതുകൊണ്ടാണ് ഭക്ഷ്യേതര വിഭവങ്ങൾ കൃഷി ചെയ്യുന്നു എന്ന് പറഞ്ഞത്. നമ്മൾ റബ്ബറൊക്കെ കൃഷി ചെയ്യാറില്ലേ? അതെന്തിനാ? നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ടാണോ? അല്ല, മറ്റാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകളെയും നമ്മൾ ഇതിൽ കൂട്ടാറുണ്ട്. മറ്റേതെങ്കിലും ഒരു ഉദാഹരണം പറയാവോ? ടീച്ചർ ഇപ്പൊ പരുത്തി പറയാം. നമ്മളുടെ കോട്ടൺ അല്ലെ, പരുത്തി എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട് വസ്ത്ര നിർമ്മാണ ആവശ്യത്തിന് വേണ്ടിയിട്ട്. അപ്പൊ ഇതിനെയും നമ്മൾ എന്തിൽ ഉൾപ്പെടുത്താറുണ്ട്? കൃഷിയിൽ ഉൾപ്പെടുത്താറുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, കൃഷിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് കലപ്പ എന്ന് പറയുന്നത്. കലപ്പയെ കുറിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കലപ്പയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കലപ്പ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അല്ലെ, കാരണത്തിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അധികം അങ്ങനെ ആളുകളൊന്നും എന്ത് ചെയ്യുന്നില്ല, കലപ്പ ഉപയോഗിക്കുന്നില്ല. കലപ്പ എന്തിനാണ് ഉപയോഗിച്ചതെന്ന് അറിയാവോ നിങ്ങൾക്ക്? നിലം ഉഴുതുമറിക്കാൻ വേണ്ടിയിട്ട്. എന്തിനു വേണ്ടിയിട്ടാ? നിലം ഉഴുതുമറിക്കാൻ. ഇപ്പൊ ഇന്ന് ആ പരിപാടി ചെയ്യുന്നതായതാണ് ഒരു യന്ത്രമാണ്. ആരാന്നറിയാമോ? ട്രാക്ടർ. ആരാണ്? ട്രാക്ടർ ആണ് ഇന്ന് എന്ത് ചെയ്യുന്നത്? ഈ പരിപാടി ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പഠിച്ചിട്ടില്ലായിരുന്നോ? വാഹനങ്ങൾ നമ്മൾ യാത്ര ചെയ്യാൻ വേണ്ടി മാത്രമല്ല മറ്റാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ടെന്ന്. അങ്ങനെ മറ്റാവശ്യത്തിന് ഉപയോഗിച്ച ഒരു യന്ത്രമാണ് അല്ലെ, വാഹനമാണ്. അതെന്താണ്? ട്രാക്ടർ ആണ് നമ്മളിപ്പോ ഉപയോഗിക്കാറ്. അപ്പൊ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട ധാരാളം ചോദ്യങ്ങൾ നമ്മളെടുത്ത് ചോദിക്കും കേട്ടോ. കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട പഴഞ്ചൊല്ലുകൾ എഴുതാൻ, കൃഷിയുടെ വിവിധ സ്റ്റെപ്പുകളെ കുറിച്ച്, ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. അപ്പൊ കലപ്പ എന്ന് പറയുന്ന ഉപകരണത്തെ കുറിച്ച് ഇപ്പൊ കലപ്പ ഒരു ആത്മകഥ പറയാണെന്ന് വിചാരിച്ചു. എന്തൊക്കെയായിരിക്കും കലപ്പ പറയാൻ സാധ്യതയുണ്ടാവുക? നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ? നോക്കിക്കേ, ഞാൻ കലപ്പ. കൂട്ടുകാരാണ്, ഞാനാണ് കലപ്പ. കൃഷി ചെയ്യാൻ നിലമൊരുക്കേണ്ടേ? മണ്ണ് നന്നായി ഇളക്കി മറിച്ചാണ് നിലമൊരുക്കുന്നത്. അതിന് പണ്ടൊക്കെ ആളുകൾ എന്നെയാണ് ഉപയോഗിച്ചിരുന്നത്. നോക്കിക്കേ നിങ്ങൾ, എന്റെ മൂർച്ചയുള്ള ഭാഗം മണ്ണിൽ ചാലുകൾ കീറും. കാളകളും പോത്തുകളും ചിലപ്പോൾ മനുഷ്യരുമൊക്കെ എന്നെ വലിച്ചു കൊണ്ടുപോകും. കാലം മാറി, യന്ത്രങ്ങൾ വന്നതോടെ എന്നെ ആർക്കും വേണ്ടാതായി എന്നാണ് കലപ്പ എന്ത് ചെയ്യുന്നത്? പരിഭവം പറയുന്നത്. അപ്പൊ ഇതുപോലെ കൃഷി ഉപകരണങ്ങളൊക്കെ മാറിയിട്ട് പകരം പുതിയ സാധനങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇന്ന് സ്ഥാനം പിടിച്ചിട്ടുണ്ട് അല്ലെ. യന്ത്രങ്ങൾ പുതുതായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ കൃഷിയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ എന്ത് ചെയ്യണം? മക്കൾ കണ്ടെത്തണം. അപ്പൊ ടീച്ചർ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക? ഒന്ന് ഓർത്തു വെക്കുക. അടുത്ത ദിവസം മറ്റൊരു ഇമ്പോർട്ടന്റ് ന്യൂസുമായിട്ട് അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് പ്രവർത്തനവുമായിട്ട് മിസ് എന്ത് ചെയ്യാം? നിങ്ങളുടെ അടുത്തേക്ക് വരാം. അപ്പൊ എല്ലാവരും എക്സാം നന്നായിട്ട് പഠിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്.